ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് തലേന്ന് തന്നെ എത്തിയിരിക്കുന്ന താരങ്ങളെയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഭയും ചിക്കുവും അൽത്തുവും പിന്നെ നമ്മുടെ സ്വന്തം ഹരിയും ബിച്ചുവും ഒക്കെ ഉണ്ടായിരുന്നു തലേ ദിവസം തന്നെ. എൻ്റെ സിൽവർ ജൂബിലി അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞ് ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല സർപ്രൈസുകളും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഫ്രൈഡേ നൈറ്റ് ഹരി എത്തിയതൊക്കെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു. ചിക്കുവാണ് ഗൈസ് നമ്മുടെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഉമ്മി വെറുതെ ഇരിക്കുക, കണ്ടോ ഗൈസ്. പാട്ട് കേൾക്കണോന്ന് ചിക്കു ഒരു ഹായ് പറ. ഇപ്പൊ തന്നെ പാവ എന്റെ ചെറുക്കൻ ചിക്കൻ കരുതുന്നു. എന്റെ അനിയൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കട്ടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 18 സൺഡേ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. എന്നാൽ സാറ്റർഡേ തന്നെ കംപ്ലീറ്റ് പരിപാടി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നതും ക്ലീൻ ചെയ്തതും മസാല തേച്ച് വെച്ചതും കരി കൂട്ടി അത് ഗ്രില്ല് ചെയ്തെടുത്ത് തുടങ്ങി കംപ്ലീറ്റ് പരിപാടിയും ചെയ്തത് അവർ തന്നെയായിരുന്നു. ഒന്നും തൊടാൻ പോലും നമ്മളെ സമ്മതിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവസാനം വഴക്കിട്ടിട്ടാണ് ഞാനിതൊന്നും എടുത്തെങ്കിലും വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മസാല തേച്ച അവസാന സെക്ഷൻ ചിക്കൻ എടുത്തൊന്ന് ഗ്രില്ലിൽ വെച്ച് കൊടുത്തത് തന്നെ. കംപ്ലീറ്റ് ഞങ്ങൾക്ക് തന്നെ ചെയ്യണമെന്നുള്ളൊരു എന്തോ ഒരു വാശിയായിരുന്നു അവർക്ക് എല്ലാവർക്കും തന്നെ. എല്ലാവരും കൂടി പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. ഏകദേശം കഴിയാറായപ്പോഴത്തേക്ക് അത്തായും ഉമ്മിയും കൂടി നമ്മുടെ ഗ്യാങ്ങിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഒരു പോക്കായിരുന്നു ഗൈസ്. കംപ്ലീറ്റ് സർപ്രൈസസ് ആയിരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. 52 വയസ്സിൽ 52 തിരിച്ചു വായിക്കും. നല്ല സെറ്റാണ്. കണ്ണാടി ആവശ്യമാണ് കേട്ടോ, കണ്ണാടി ആവശ്യമാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കാണും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ച ഞങ്ങളുടെ ശ്വേതയുടെ കല്യാണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റ് റെഡിയായി നേരെ അങ്ങോട്ടേക്കായിരുന്നു പോയത്. കുളത്തുമണ്ണ് വെച്ചിട്ടായിരുന്നു കല്യാണം. ഞാനും ചിക്കുവും ബിച്ചുവും കൂടിയാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ശ്വേതയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും ഹരിയും അൽത്തും കൂടി എന്നെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു. കാരണം ഹരി തിരിച്ചു പോവുമായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ജോസിനെയും അനന്തുവിനെയും കൂടെ കൂട്ടി. അനന്ത് നോക്കടാ,
ജോസിനെ അനന്തുവിനെ നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ടാണ് ഹരിക്കുട്ടനെ ആക്കാൻ വേണ്ടിയിട്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്. അവിടെ കൊണ്ടുവന്ന് ഹരിയെ വിട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം ഉണ്ടാവുമല്ലോ, അതെനിക്കും ഉണ്ടായിരുന്നു. പോണോ പോകണ്ടേ എന്ന് കുറേ നേരം ആലോചിച്ച് അവസാനം പോകാൻ തന്നെ ഹരി തീരുമാനിച്ചു. ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഡൊമിനോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ തിരുവല്ല വന്നാലും ഡൊമിനോസ് വാങ്ങാതെ പോകാറില്ല. ഇത്തവണയും ആ പതിവ് അലത്ത് തെറ്റിച്ചില്ല. അങ്ങനെ എല്ലാവരും കൂടി 25th ബർത്ത്ഡേ എൻ്റെ അടിപൊളിയാക്കി തന്നു. ഭയങ്കര മെമ്മറബിളാണ്, ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പിയാണ്. ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം സിൽവർ ജൂബിലി അടിച്ചു ഗൈസ്. സൈനിങ് ഓഫ്. ബൈ.